പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുകയാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ക്രിസ്തുവിലുള്ള ഓരോ മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഭാവിയാണ് ദൈവവചനം വാഗ്ദത്തം ചെയ്യുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനത്തിൽ നാം ആശ്രയിച്ചു ജീവിക്കണം. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. സകലത്തിന്മേലും അധികാരമുള്ള ദൈവം നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നോക്കൂ, 32-ാം അധ്യായം 17-ാം വാക്യത്തിൽ യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. സകലത്തിൻ്റെ ഉടയവനായ അപ്പൻ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ അപ്പന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. സകലത്തിന്മേലും പ്രവർത്തിക്കുന്ന അപ്പൻ, പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള അപ്പൻ. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തത ഉണ്ടാക്കിയ ദൈവം. ഹല്ലേലൂയ. യേശുവിനോടൊപ്പമുള്ള യാത്ര ഒരിക്കലും നാം നശിക്കുവാൻ സമ്മതിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, നാം എപ്പോഴും ചേർന്ന് നടക്കുന്നവരായി നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എങ്ങനെ എവിടേക്ക് പോയാലും അവിടെയെല്ലാം ഞാൻ നിങ്ങളെ താങ്ങി നടത്തും. ഏതു നേരത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. മർക്കോസ് സുവിശേഷം 4:39 ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാറ്റിനെയും കടലിനെയും ശാസിച്ച അപ്പൻ. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്ന് വലിയ ശാന്തതയുണ്ടായി. നോക്കൂ, നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. സകലത്തിന്മീതെ പ്രവർത്തിക്കുന്ന അപ്പൻ, എല്ലാ കാര്യത്തിന്മേലെ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നോക്കൂ, പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള അപ്പൻ. അടുത്തതായിട്ട് ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള അപ്പനെ കാണാൻ കഴിയും. മർക്കോസ് 9-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന മർക്കോസ് സുവിശേഷത്തിലെ ഊമനായ ഒരു മകനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ 9-ാം അധ്യായം 20 മുതലുള്ള വാക്യത്തിൽ ചെറുപ്പം മുതൽ ഹല്ലേലൂയ സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു രോഗബന്ധനത്തിന് സൗഖ്യം കൊടുക്കുകയാണ്. യേശുപ്പൻ്റെ അടുക്കൽ മാത്രമാണ് ഏതിനും സൗഖ്യം കിട്ടുന്നത്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ മറുപടി ഇപ്രകാരമാണ്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. പ്രിയ ദൈവമക്കളെ, വിശ്വാസമാണ് സകലത്തിൻ്റെയും മരുന്ന്. ഹല്ലേലൂയ. നീ പിറവിയിൽ ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ ജനനം നിനക്ക് തന്ന സമയം മുതൽ നിന്നിൽ എന്താണ് കുറവ് അത് നികത്തി തരുവാൻ നമ്മുടെ അപ്പൻ ശക്തനാണ്. വിശ്വസിച്ചാൽ ദൈവിക വിടുതൽ ഏത് വിഷയത്തിലും നടക്കും. ഹല്ലേലൂയ. നോക്കൂ, വിശ്വസിച്ചാൽ രോഗത്തിന് ഒരു വർഷമൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഹല്ലേലൂയ ആഴ്ചകൾ തോറുമുള്ള, നമുക്ക് ദിവസം തോറുമുള്ള ഏത് അസുഖം വന്നാലും നമ്മൾ നാളുകളായിട്ട് മരുന്ന് കഴിച്ചിട്ട് ആ വിഷയത്തിൽ മറുപടി കിട്ടിയില്ല, ആ രോഗബന്ധനത്തിന് സൗഖ്യം കിട്ടിയില്ല. ഇവിടെ നോക്കൂ, മർക്കോസ് സുവിശേഷം 25-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 12 സംവത്സരം ഹല്ലേലൂയ രോഗക്കിടക്കയിൽ കിടന്നതായിട്ടുള്ള ഹല്ലേലൂയ രക്തസ്രവമുള്ള സ്ത്രീയെ പറ്റി കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 5-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, 12 സംവത്സരം ഏറിയ ഹല്ലേലൂയ അവൾക്കുള്ള സമ്പത്ത് മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള ഡോക്ടർമാരെയൊക്കെ കണ്ട് ഹല്ലേലൂയ അവൾ ചെലവാക്കി. എന്നിട്ടും അവൾക്ക് ഹല്ലേലൂയ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴാണ് അവിടെ മറുപടി കിട്ടിയത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മറുപടി കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം, 38 വർഷം രോഗം പിടിച്ചു കിടന്ന മനുഷ്യനെ ഹല്ലേലൂയ കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും കർത്താവ് പറ്റി നോക്കെ വർഷമൊന്നും ഒരു
പ്രശ്നമേ അല്ല. നാം അപ്പൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോട് ചെന്നാൽ ആ വിഷയത്തിന് മറുപടിയാണ്. കർത്താപ്പച്ചൻ്റെ പാദപീഠത്തിൽ മാത്രമേ ഉള്ളൂ പ്രിയ ദൈവമക്കളെ ഏത് വിഷയത്തിനും മറുപടി കിട്ടുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള അപ്പൻ, വിശ്വസിച്ച രോഗസൗഖ്യം തരുന്ന അപ്പൻ. നോക്കൂ, അടുത്തതായിട്ട് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം ഹല്ലേലൂയ നമ്മുടെ അപ്പൻ മാത്രമാണ്. മരിച്ചു നാറ്റം വെച്ച് 4 ദിവസമായിട്ട് ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ അവിടെ ദൈവിക വിടുതൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നോക്കൂ, അതായത് നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം വായിച്ചാൽ ലാസറിന്റെ ഉയർപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്തിന് മുകളിൽ മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് ജീവൻ വെച്ച് മരിച്ചവൻ പുറത്തു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രീതിമക്കളെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. അതുപോലെ തന്നെ ലൂക്കോസിൽ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യം നോക്കിയാലും നയനിലെ വിധവയ്ക്ക് തൻ്റെ ഹല്ലേലൂയ ഏകജാതനായ പുത്രനെ നഷ്ടമായി. ഹല്ലേലൂയ. എങ്കിലും അവിടെ നമ്മുടെ അപ്പൻ ഹല്ലേലൂയ വിധവയോട് മനസ്സലിഞ്ഞ് അവൾക്ക് തൻ്റെ മകനെ ഹല്ലേലൂയ തിരികെ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമക്കളെ, ഏത് വിഷയത്തിന്മേലും ദൈവം മറുപടി നൽകി തരും. ഹല്ലേലൂയ. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസിൽ സുവിശേഷം നോക്കിയാൽ. നോക്കൂ, ഇത് ഏത് വിഷയത്തിനും നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള അപ്പൻ. സൃഷ്ടിപ്പിന്റെ ഓരോന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. അതായത് ഉണ്ടാകട്ടെ, ഉളവാകട്ടെ എന്ന വാക്കിൽ ആ ശബ്ദത്തിൽ സകലതും ഉളവായി. ഹല്ലേലൂയ. പാഴായി കിടന്ന ഭൂമിയെ അപ്പൻ ചെടുത്തു. ഹല്ലേലൂയ. അതെന്തിനാണ്? നമ്മെ ഹല്ലേലൂയ ജീവനോടെ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ വേണ്ടി സകലത്തിന്മീതെ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രീതിമക്കളെ, ഏത് നിമിഷവും ഏത് കാര്യത്തിന്മേലും നമുക്ക് മറുപടി നൽകി തരുന്നത് നമ്മുടെ അപ്പൻ മാത്രമാണ്. മാനുഷികമായിട്ട് നമ്മൾ വിചാരിക്കും ഇന്നയാൾ നമ്മളെ സഹായിക്കും, ഇവരുടെ അടുക്കൽ ചെന്നാൽ നമുക്ക് ഹല്ലേലൂയ ആ വിഷയത്തിന് മറുപടി ആയിത്തീരും. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ സഹായിച്ചേക്കാം. എങ്കിലും നോക്കൂ, അവർ കൂടെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഞാൻ മുഖാന്തരമാണ് നിങ്ങൾ ഈ നിലയിലെത്തിയത്, നിന്നെ രക്ഷിച്ചത് ഞാനാണ് എന്ന് പലപ്പോഴും പല തലത്തില് നമ്മളെ ആ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ അപ്പൻ സഹായിച്ചാൽ അതെപ്പോഴും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. പക്ഷെ നാം നമ്മുടെ അപ്പനെ മറന്നു കളയരുത്. നമ്മെ വിടുവിച്ച അപ്പനെ നമ്മളെപ്പോഴും ഓർക്കണം. പ്രിയ ദൈവമക്കളെ, പാഴായി കിടക്കുന്നതിനെ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരിക്കലും ഉയർക്കില്ല, ഒരിക്കലും നേരെയാകത്തില്ല എന്ന് പറയുന്ന വിഷയത്തിന്മേൽ ദൈവിക മറുപടി കണ്ട് സന്തോഷിക്കുവാൻ നമ്മുടെ അപ്പന്റെ പാദപീഠത്തിൽ മാത്രമേ ഒക്കത്തുള്ളൂ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ തന്നെ മുന്നേറാം. കർത്താവ് അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ വിഷയങ്ങൾ ഓരോന്ന് സമർപ്പിക്കുന്നതെന്ന് വിശ്വാസത്തോടെ അപ്പന്റെ കരത്തിൽ നമുക്ക് വെക്കാം. അവിടെ ദൈവിക വിടുതൽ നമുക്ക് കാണുവാൻ, യേശുപ്പനെ വീണ്ടും സാക്ഷീകരിപ്പാൻ നമുക്കിടയായിത്തീരും. നമ്മെ അറിയുന്ന അപ്പൻ, നമ്മുടെ ഓരോ നിലവുകളും മനസ്സിലാക്കുന്ന അപ്പൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ പോറ്റിപ്പുലർത്തുന്ന അപ്പനാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. സകലവും ഉളവാക്കിയ അപ്പന്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് നീറിപ്പുകയെന്ന വിഷയത്തിന്മേൽ ഹല്ലേലൂയ ഓരോരുത്തരും കടന്നു പോകുന്നു, ആ വിഷയത്തിന്മേൽ കർത്താവെ മറുപടി കൊടുക്കണമേ. എൻ്റെ അപ്പനാൽ ഹല്ലേലൂയ അസാധ്യമായതൊന്നുമില്ല. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകണമേ. കരങ്ങളിലെല്ലാം മക്കളെ സമർപ്പിക്കുന്നു. അപ്പനാണ് ഉള്ളതുപോലെ അറിയുന്നത്. അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുന്ന് സഹായിക്കണമേ, അത്ഭുതം ചെയ്യണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വീണ്ടും ഇടയാക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് ഓരോ മക്കളുടെ വിഷയത്തിന്മേലും അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.